നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. മൂവാറ്റുപുഴയിലെ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറികളിലാണ് പ്രതി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തു കൃഷ്ണനുമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയത്. പ്രതിയുടെ ഐപാഡിൽ നിന്ന് കൂടുതൽ സംഭാവനയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകൾ ഐപാഡിൽ നിന്നും കണ്ടെത്തിയെന്നാണ് വിവരം. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയതിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പേര് വിവരങ്ങൾ തെളിവായി ലഭിച്ചതോടെ ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന ഭീതിയാണ് ഇത്തരമൊരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് സൂചന. രാഷ്ട്രീയക്കാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ അനന്തു കൃഷ്ണൻ രക്ഷപ്പെട്ടത് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണെന്നതും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. 2019 കൂൺ കൃഷി തട്ടിപ്പിലൂടെ തുടങ്ങിയ പ്രതിയുടെ തട്ടിപ്പ് ശൃംഖലയ്ക്കാണ് താൽക്കാലികമായി പിടിവീണിരിക്കുന്നത്. തട്ടിപ്പ് പണത്തിന്റെ വീതം വെക്കലിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമടക്കം കൈക്കൂലിയായി പണം കിട്ടിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. ഈ വിവരം പുറത്തു വന്നതോടെ അന്വേഷണ സംഘവും പ്രതിസന്ധിയിലാണ്. അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് പണത്തിന്റെ വീതം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പാതിവില തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും പ്രതി. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അനന്തു കൃഷ്ണനുമായി ബന്ധമില്ലെന്ന് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തു. ഇടപാടുകളിൽ സായിഗ്രാം ഡയറക്ടർ KN ആനന്ദകുമാറിന് നേരിട്ട് ബന്ധമെന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞു. സന്നദ്ധ സംഘടനയുടെ പരാതിയിൽ മൂന്നാം പ്രതിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അനന്തു കൃഷ്ണനുമായി ബന്ധമില്ലെന്നും സായിഗ്രാമം ഡയറക്ടർ ആനന്ദ് കുമാറിനെ പരിചയമുണ്ടെന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. എനിക്കെതിരെ പരാതി കൊടുത്തവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അയാളെ ഞാൻ ഉള്ള 2 മീറ്റിങ്ങിൽ സ്വാഗതം ആശംസിച്ചിട്ടുണ്ടോന്നല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ പോലും അറിയാൻ മേല. അനന്തുകുമാറോട്ട് അറിയാം. അനന്തുകുമാർ എന്നെ ഈ ഇതിലെ അഡ്വൈസർ ആക്കി തന്നു ആദ്യകാലത്ത്. പ്രതി അനന്തു കൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി. നാഷണൽ NGOs കോൺഫെഡറേഷന്റെ പൊന്നുരുന്നി ഓഫീസ്, തമ്മനത്തും മറൈൻ ഡ്രൈവിലുമുള്ള അനന്തുവിന്റെ ഫ്ളാറ്റുകൾ, കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. KN ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പല ഇടപാടുകളും നടത്തിയതെന്ന് അനന്തു കൃഷ്ണൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ലെന്നും മൊഴിയെടുപ്പിനിടെ അനന്തു കൃഷ്ണൻ. രാധാകൃഷ്ണൻ ജി, സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് യാതൊരുവിധ പൈസയും മേടിച്ചിട്ടില്ല. അദ്ദേഹം ആനന്ദകുമാർ സാർ പറഞ്ഞതിനനുസരിച്ച് വന്നയാൾ മാത്രമാണ്. അനന്തുകൃഷ്ണന്റെ കളമശ്ശേരിയിലെ ഓഫീസ് പോലീസ് പൂട്ടി സീൽ ചെയ്തു. അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 24, കൊച്ചി. പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അനന്തുകൃഷ്ണനെ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം സഹായിച്ചു എന്നാണ് ആരോപണം. തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ പ്രഖ്യാപനം ഉടനുണ്ടാകും. KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് പൊന്നൂരിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ നവകേരള സദസ്സിന് 7 ലക്ഷം രൂപ സംഭാവന നൽകിയെന്നും ലാലി വിൻസെന്റ് ആരോപിച്ചു. ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ KM എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരുന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. അവർക്ക് 46 ലക്ഷം രൂപയോളം കൊടുത്തതായി അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് അഭിഭാഷക ഫീസാണെന്നായിരുന്നു ലാലിയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. അനന്തു കൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടെന്ന് സന്ദീപ് വാര്യറും ആരോപിച്ചു. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്.
അതേസമയം പാതിവില തട്ടിപ്പിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. CSR ഫണ്ടിന്റെ പേരിൽ വ്യാപക പണപ്പിരിവ് നടക്കുന്നുവെന്നാണ് 2024 ജൂലൈയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. വിശദ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പേരുടെ പണം നഷ്ടമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപക തട്ടിപ്പിൽ നാളെ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങിയേക്കും. ക്രൈംബ്രാഞ്ച് ക്രമസമാധാന വിഭാഗം ADGPമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ പാതിവില തട്ടിപ്പിൽ വ്യാപക പരാതികൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ നടന്നത് 20 കോടി രൂപയുടെ തട്ടിപ്പ്. ആനന്ദകുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിനെതിരെയും പരാതി. കാസർഗോഡ് ജില്ലയിലെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കണ്ണൂരിലെ മയിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 644 പരാതികൾ. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അനന്തകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വഴിയാണ് തട്ടിപ്പ് നടന്നത്. ആനന്ദ്കുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്നും ആർക്കും പണം നഷ്ടമാവില്ലെന്നും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് KN ആനന്ദ്കുമാർ സാറാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ജില്ലയിലെയും സംസ്ഥാനത്തിലെ പല ഇംപ്ലിമെൻ്റ് ഏജൻസികളും NGO കോൺഫെഡറേഷൻ ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. കോഴിക്കോട് ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാട്ടി ബാലുശ്ശേരി സ്വദേശിനി പരാതി നൽകി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കുട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. കാസർകോട് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. 33 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്തും വയനാട് കൽപ്പറ്റയിലും ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. പാതിവില തട്ടിപ്പിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അത് പോലീസ് കൈകാര്യം ചെയ്യട്ടെ എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ വിഷയം. ഞാൻ അത് കഴിഞ്ഞിട്ട് അല്ല, അത് പോലീസ് കൈകാര്യം ചെയ്യുന്ന വിഷയം നോക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തെ എതിർക്കുന്ന കൃഷിവകുപ്പ് റിപ്പോർട്ട് പുറത്ത്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണെന്നും കൃഷി ഓഫീസറുടെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷിവകുപ്പ് തള്ളി. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുത് എന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷിവകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് CPIM കരുതുന്നതും. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
പാലക്കാട് എലപ്പള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മർത്തോമ സഭ. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള തീരുമാനം നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയാണെന്നും വിമർശനമുണ്ട്. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു സഭാധ്യക്ഷന്റെ സർക്കാർ വിരുദ്ധ പരാമർശം. വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തെ തുറന്നു വിമർശിച്ചു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? പാലക്കാട്ട് ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സമയബന്ധിതമായി കർമ്മ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ നീതി കൈവിടരുത്. കേരളത്തിൽ നവീൻ ബാബു എന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വേർപാട് കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവകൃപയുടെ തണൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർക്കാരുകളും നേതൃത്വമുള്ളവരും ഒരു സാഹചര്യത്തിൽ നീതിബോധം കൈവിടരുത്. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്നുവെന്നും ഇത് ചെറുക്കണമെന്നും മർത്തോമ സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തു. 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തു. 24 പത്തനംതിട്ട. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. കാർഷിക മേഖലയിലെ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താൻ തീരുമാനമായി. ഈ മാസം 15-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. കാർഷിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവരെ അവഗണിക്കുന്നുവെന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ വിമർശനം. പലതവണ വിഷയം സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ രൂപത തീരുമാനിച്ചത്. ബജറ്റിലടക്കം കർഷകരെ അവഗണിച്ചതോടെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവർ പിന്തുടരുക. വോട്ടുള്ളിടത്ത് അവരുണ്ട്, അല്ലാത്തടത്ത് അവർ നിൽക്കുന്നില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവൻ്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് നമ്മുടെ നാടിന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. ഈ മാസം 15-ന് മാങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് കർഷകരക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനാണ് തീരുമാനം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് സഭ ഇറങ്ങുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ജനങ്ങൾക്ക് നല്ലൊരു സമുദായ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും ക്രൈസ്തവര് ആദരിക്കപ്പെടേണ്ടതിന് പകരം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം തന്നെ ഉണരണം. അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവണം. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സഭ നിലപാട് ഘടിപ്പിച്ചത് നിർണായകമാകും. ടോബി ജോൺസൺ, 24 കോട്ടയം. സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വിമർശനമുണ്ട്. ഭൂനികുതി വർധന കർഷക വിരുദ്ധമാണ്. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണിതെന്നും മാർ ജോസഫ് പാംപ്ലാനി കുറ്റപ്പെടുത്തി. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നു എങ്കിൽ, ഭരണകൂടം കരുതുന്നു എങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്.
ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 31 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ദ്രാവതി ദേശീയോദ്യാനത്തോട് ചേർന്ന വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം സുരക്ഷാസേനയ്ക്ക് ലഭിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകളിൽ നിന്ന് AK-47, ഇൻസാസ് റൈഫിൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയ വൻ ആയുധശേഖരം കണ്ടെടുത്തു. സംയുക്ത സേനയുടെ നേതൃത്വത്തിലായിരുന്നു സമീപകാലത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റുകൾക്കെതിരായ ദൗത്യം. മേഖലയിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഈ വർഷം ഇതുവരെ 81 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന വധിച്ചത്. 24 ഡൽഹി. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുൻപ് വരുന്നത് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്ന് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാജി. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, കലാപം തുടങ്ങി 2 വർഷം പിന്നിടുമ്പോഴാണ് രാജി ഉണ്ടാകുന്നത്. നാളെ സഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണോ രാജി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് ഡൽഹിയിലേക്ക് എത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് അമിത്ഷായുടെ വസതിയിൽ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം ചില ഉദ്യോഗസ്ഥരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. MLA-മാരും മന്ത്രിമാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് ഈ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ആ രാജിക്കത്തിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ മണിപ്പൂരിൽ ഇതിനോടകം തന്നെ സർക്കാർ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്തു തീർത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ രാജിക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മണിപ്പൂരിലെ ജനതയെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു, അത് അഭിമാനകരമായി കാണുന്നുവെന്നും അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. താൻ രാജിവെക്കുകയാണ്, തന്റെ രാജിക്കത്ത് സ്വീകരിക്കണമെന്നും അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ ചില രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇതിനോടകം തന്നെ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ബിരേൻ സിംഗിന്റെ ഈ നിർണായകമായ നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. BJPക്കുള്ളിൽ നിന്ന് പോലും മണിപ്പൂരിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ സംഘർഷം ഒരു ഘട്ടത്തിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ സ്ഥിതിഗതികൾ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തിക്കാനോ ഒന്നും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബിരേൻ സിംഗിനെ മാറ്റണമെന്ന് BJPയിലെ തന്നെ മണിപ്പൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എൻ ബിരേൻ സിംഗിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹവുമായി സംസാരിച്ചത്. ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി തീരുമാനത്തോടു കൂടി തന്നെയാണ് ബിരേൻ സിംഗിന്റെ രാജി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ ഭരണകക്ഷികളിലേക്ക് അടക്കമുള്ള MLA-മാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. നാളെ ഒരുപക്ഷെ പ്രതിപക്ഷം ഇങ്ങനൊരു അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനും വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ബിരേൻ സിംഗിനെ അടക്കം വീണ്ടും ആശങ്കയിലേക്ക് ആഴ്ത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വം എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ഥിതിഗതികൾ അതുവരെ കൊണ്ടുപോകേണ്ടതില്ല എന്നും രാജി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. പിന്നാലെയാണ് ഇപ്പോൾ എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ, കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്കോടക്കം അവർ നിവേദനങ്ങൾ നൽകുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് മണിപ്പൂരിലെ ഈ പോപ്പി കൃഷിയടക്കം അതിന് ഒരു അറുതി കൊണ്ടുവന്നുവെന്നും ഒപ്പം തന്നെ മണിപ്പൂർ ജനതയ്ക്ക് വേണ്ടി താൻ പോരാടി എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മണിപ്പൂർ ജനതയ്ക്ക് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങൾ, പദ്ധതികളൊക്കെ തന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനം എൻ ബിരേൻ സിംഗിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ആ സംസ്ഥാന ഘടകത്തിൽ വലിയ വിമർശനം അദ്ദേഹത്തിന് അത്തരത്തിൽ വലിയ വിമർശനം ഈ കലാപം തുടരുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ അടുത്ത നീക്കം എങ്ങനെ എന്നുള്ളത് നിർണായകമാകില്ലേ? BJP എന്താണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് വിനീത?
തീർച്ചയായും അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ തന്നെ ഇനി ഉണ്ടാകും. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഘടകത്തിന്റെ കൂടി ഒരു തീരുമാനം ഈ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ആരായും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന് പകരം ആര് എന്നൊരു ചോദ്യം അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ അക്കാര്യത്തിലൊക്കെ അധികം വൈകാതെ തന്നെ കേന്ദ്ര നേതൃത്വം അടക്കം അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒപ്പം തന്നെ സംസ്ഥാന ഘടകത്തിനുള്ളിലെ തർക്കങ്ങളും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും കൂടി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരും. അത്തരം ചർച്ചകളൊക്കെ തന്നെ വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി അമിത്ഷായുടെ വസതിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലെത്തി മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപും ഈ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പലതവണ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുകയും കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കേന്ദ്ര നേതൃത്വം ഇടപെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നമുക്ക് പറയേണ്ടി വരും. അമിത്ഷാ തന്നെയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിലേക്ക് എത്താൻ. തുടർന്ന് അടിയന്തരമായി ഇന്നലെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി 4 ഉദ്യോഗസ്ഥർക്കൊപ്പം ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു. നിർണായകമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നു. ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന ഘടകത്തിന്റെ അടക്കം വിയോജിപ്പ് അദ്ദേഹത്തിന് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റണമെന്ന് മണിപ്പൂർ BJP നേതാക്കളടക്കം ആവശ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അവരുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനം എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അല്പസമയം മുൻപ് അദ്ദേഹം രാജ്ഭവനിൽ മന്ത്രിമാരും MLA-മാർക്കും ഒപ്പമെത്തി രാജിക്കത്ത് നൽകുകയായിരുന്നു. കുറച്ച് നിർദ്ദേശങ്ങൾ, അഭ്യർത്ഥനകൾ അദ്ദേഹം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട്. എന്താകും ഇനി BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്ത നീക്കം, ആരാകും മണിപ്പൂരിനെ ഇനി നയിക്കുക എന്നുള്ളതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇനിയും ഇന്നത്തെ മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF വോട്ടുകൾ ചോർന്നെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ശല്യം രൂക്ഷം. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ നില അതീവ ഗുരുതരം. മസ്തകത്തിലെ മുറിവിൽ പുഴുവരിച്ച നിലയിൽ. പത്തനംതിട്ട മാലക്കരയിൽ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. മരിച്ചത് ബീഹാർ സ്വദേശികൾ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് വാർത്താസന്ധ്യ അവസാനിച്ചു. ഇനി പൊതുജനം കഴുതേണ്ട ചേർന്ന പരിപാടിയുമായി TK റീജിത്ത്. നമസ്കാരം.